40,000 രൂപ കൊടുക്കാം. AC ഉള്ള വണ്ടിയാണ്. AC ഉള്ള വണ്ടി AC തണുപ്പുണ്ടോ? AC തണുപ്പില്ല, നമുക്ക് തണുപ്പിച്ച് കൊടുക്കാം. തണുപ്പില്ല തണുപ്പിച്ച് ഉഷാറാക്കിയാണ് കൊടുക്കും. വെറും 40,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2 രൂപ ലോൺ ചെയ്യാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. 2 രൂപ ലോൺ ചെയ്യാം. പെട്രോൾ വണ്ടിയാണ്, മാക്സിമം ലോൺ വണ്ടിയാണ്. പിന്നെ 50 രൂപ ഇറക്കാം, 50 രൂപ ഇറക്കാം. 65,000 രൂപയ്ക്ക് റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് ഫ്യൂൽ തന്നെ പെട്രോളാ? പെട്രോള് 2,80,000 കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2,80,000 ചോദിച്ചുകൊണ്ട് കുറക്കാണ്ടാവും ചെറിയ രീതിയിൽ. 2,80,000 ആണ് നമ്മള് ഫിക്സഡ് പ്രൈസ്. ഇത് നമുക്ക് 40 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. കുറെ ഉണ്ടാവോ? അതിൽ കുറയല്ലേ, ലാസ്റ്റ് റേറ്റ് ആണ്. പറയാൻ പറ്റില്ലല്ലോ. ലിമിറ്റഡ് എഡിഷൻ അൾട്ടോ. 1,25,000 കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കാം. മുട്ടിച്ചാണ് പറഞ്ഞതില്ലേ? 3 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 3 ലക്ഷം ചോദിച്ചുകൊണ്ട് 3 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 3 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ആണ്. 3.25 ചോദിച്ച വണ്ടിയാണ്. 3 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. അപ്പോ നമ്മളങ്ങനെ ഏകദേശം 2 മാസത്തിന് ശേഷം വീണ്ടും വൈലത്തൂരുള്ള മെട്രോ കാർസിലാണ് വീടെത്തിക്കുന്ന ഷബീബ് ഖാൻ എടുത്തിട്ടുണ്ട്. കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് ഏകദേശം ഒരു 10, 50, 60ഓളം വണ്ടികളുണ്ട്. നമ്മളെ കൂടുതൽ ഷബീബ് ഖാൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഷാറല്ലേ? വന്നിട്ടില്ലേ? 2 മാസമായി വന്നിട്ട്. അപ്പൊ എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ടോ? നമുക്ക് അൾട്ടോ ഇവിടെ ഒരു 65,000 മുതൽ അൾട്ടോകളുണ്ട്. സ്റ്റാർട്ടിംഗ് ജാഗ്രയാണ്. അൾട്ടോ കുറെ ഉണ്ട്. നാനൊരു 40,000 മുതൽ നാനോകളുണ്ട്. സ്റ്റാർട്ടിംഗ് ഉണ്ട്. 800 ഒരു 50 മുതൽ 75, 80, 60 ആ റേഞ്ചിലുള്ള മാരുതി 800കളുണ്ട്. ചെറിയ വണ്ടി, സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ വണ്ടികളാണ്. ചെറിയ വണ്ടികളാണ്. ഫുള്ളോൺ വണ്ടികളുണ്ട്. ഷിഫ്റ്റ് ഒക്കെ 1.75, 1.80 ആ ലെവലുള്ള ചെറിയ ഷിഫ്റ്റുകൾ 2008 മോഡല്. ഡിസയർ ഒക്കെ ഒരു 1,85,000 രൂപയ്ക്ക് 2008 ഡിസയർ കൊടുക്കാം. ഫുള്ള് പുതിയ പേപ്പറുള്ള വണ്ടികളാണ് എല്ലാ വണ്ടികളും. ലൊക്കേഷൻ നമ്മളെ തിരൂര്, മലപ്പുറം ജില്ലയിൽ തിരൂര് വൈലത്തൂര്. വൈലത്തൂരിന്ന് വളാഞ്ചേരി റോഡിന് ഒരു 1/2 കിലോമീറ്റർ. കുറുങ്കാട് എന്ന സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് അതൊക്കെ ഗ്യാരണ്ടിയാണ്. കൊടുക്കാം. ഇനിയിപ്പോ അവര് വന്ന് നോക്കി ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടെടുത്താൽ മതി. നല്ല എടുത്താൽ മതി. നല്ല വണ്ടികൾ ഒരാളെ കൊടുന്നോട്ടെ അവര്. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കൊടുക്കുക. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. മാക്സിമം ലോൺ ആട്ടോ. പിന്നെ ഫുൾ ലോൺ വണ്ടികളുണ്ട്. ഡസ്റ്റർ, എക്സ്യൂവിലൊക്കെ ഫുൾ ലോണിലാണ്. 65,000 മുതൽ അൾട്ടോ തുടങ്ങുന്നുണ്ട്. 40,000 നാനോകള്. അതേമാതിരി തന്നെ ഒമ്നികളൊക്കെ ഒമ്മിനൊക്കെ ചെറിയ പൈസ ഉള്ളൂ. 2007 ഒമ്മിനൊക്കെ ഒരു 75 രൂപ 50 രൂപന്റെ ഉള്ളിലുള്ള വണ്ടികളാണ്. ഒക്കെ വീടുകളിൽ കാണാം. വരും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു സെഡാൻ വണ്ടി വന്നാണ് ഷവർലെറ്റിന്റെ ക്രൂസ്. നമ്മളെ കൂടുതൽ ഷംസീർക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം ഷംസീറോ? ഉഷാറല്ലേ? അപ്പൊ എങ്ങനെ 2011 മോഡലാ. 11 മോഡല് LTZ സൺറൂഫ് ഒക്കെ ഉള്ള മോഡലാ. ഫുൾ ഓപ്ഷൻ വണ്ടിയാ. 2011 4th ഓണർഷിപ്പ് ആണ്. പിന്നെ 1.25 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഓട്ടാണ്. മെക്കാനിക്കൽ ഉള്ള വണ്ടിയാണ്. 2,80,000 കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2,80,000 ചോദിച്ചുകൊണ്ട് കുറക്കാണ്ടാവും. ചെറിയ രീതിയിൽ 2,80,000 ആണ് നമ്മള് ഫിക്സഡ് പ്രൈസ്. എന്നാലും കുറച്ച് കൊടുക്കട്ടെ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെറിയ എണ്ണക്കായാലും കുറച്ച് കൊടുക്കുമല്ലോ. നല്ല മെക്കാനിക്കൽ, നല്ല വണ്ടിയാണ്. ക്ലിയർ ആണല്ലോ. ക്ലിയർ വണ്ടി. അലവില് കാര്യങ്ങളൊക്കെ കമ്പനി ഫുൾ ഓപ്ഷൻ LTZ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് കാര്യങ്ങളുണ്ട്. സീറ്റുകാർ ഉഷാറാണല്ലോ. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ഉള്ളതാണല്ലേ? 2 എയർ ബാഗ് വരുമോ? എയർ ബാഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതിപ്പോ ലോൺ കയറുമോ? ഇതിപ്പോ ലോണ് കയറാൻ ബുദ്ധിമുട്ടാ. ഏരിയയിലൊക്കെ ഉണ്ടെങ്കിലേ കയറുള്ളൂ. എന്തായാലും 2 MB നമുക്ക് ഫൈനലായിട്ട് ഇറക്കാലോ അല്ലേ? 2.25 ഫൈനൽ കൊടുക്കാം. 2.25 ഫൈനൽ കൊടുക്കാം. ഡീസൽ ആകുമ്പോ ഇതൊരു 15-16 ആ ലെവലിൽ കിട്ടും. അടുത്ത വണ്ടി ചെറിയ കായിന്റെ മാരുതി 800 ആണ് അല്ലേ? ഇത് കുറച്ച് പൊടിയൊക്കെ പറയും. 2001 മോഡലാ. 2001 മോഡൽ കാർപ്പേറ്റർ ആണ്. പേപ്പർ തരാനുണ്ട്. പേപ്പർ 27 വരെ പേപ്പർ ഉണ്ടാവും. എല്ലാ പേപ്പറും ഇപ്പൊ നിലവിൽ ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇത് നമുക്ക് 40 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. കുറെ ഉണ്ടാവോ? അതിൽ കുറയല്ലേ, ലാസ്റ്റ് റേറ്റ് ആണ്. പറയാൻ പറ്റില്ലല്ലോ. പഴയ വണ്ടിയല്ല. പറ്റൂലല്ലോ അല്ലേ? ഓണർഷിപ്പ് പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. വേറെ പണി കാര്യങ്ങളില്ല. മെക്കാനിക്കൽ ഇന്ത്യയിലെ ചെറിയൊരു പൊടി മാറിയതാണ്. റോഡ് സൈഡിൽ പൊടി മാറി. സീറ്റൊക്കെ ഉഷാറാണല്ലോ. എല്ലാ ഭാഗം ക്ലിയർ ആണ്.
40,000 ചോദിക്കണ്ട്. എന്തായാലും 40,000 ഫൈനൽ കൊടുക്കാം. കുറക്കാല്ലേ? ഇല്ല, ലാസ്റ്റ് ആണ്. ഇത് പെട്രോൾ എത്ര മൈലേജോ? ഇതൊരു 17-18 കിട്ടും. ആ ലെവൽ എന്തായാലും കിട്ടും. നേരിട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ? ഫുൾ ക്ലിയർ വണ്ടി. ക്ലിയർ. അടുത്ത വണ്ടി ഡാക്സൺ റെഡിഗോ. ഇത് 2018 മോഡലാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ തിരൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. തിരൂരാണല്ലേ? കേരള 55 റീപ്ലേസ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. കമ്പനി സ്റ്റിയറിംഗ് വണ്ടി. കമ്പനി സ്റ്റിയറിംഗ് വണ്ടി. 2,25,000 ആസ്കിംഗ് ആണ്. മാക്സിമം നമുക്കൊരു മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണ്. നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓൺ കിട്ടും. നല്ല വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഫുൾ ഓണിലുള്ള വണ്ടികളാണല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഇത് എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? ഇത് 20 എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 20 എന്തായാലും. അടുത്ത വണ്ടി വീണ്ടും ചെറുവണ്ടിയിലെ ഇയോണ്. ഇത് 2014 മോഡല് ഇയോണ്. ഏതാ മോഡല്? ഇറ പ്ലസ്. 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഒന്നുമില്ല. പറഞ്ഞു കൊടുക്കുക. 2 ലക്ഷം റുപ്യ ആസ്കിംഗ് ആണ്. നമുക്കൊരു 1,70,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. 2 ലക്ഷത്തിനുള്ളിൽ നമുക്ക് നല്ല വണ്ടിയാ. നല്ല ക്വാളിറ്റി വണ്ടിയാ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഇതും ഇവിടെ തിരൂര് വണ്ടി തന്നെയാണ്. സ്റ്റെയർ ഉണ്ടാവും. നോക്കട്ടെ, കസ്റ്റമർ നോക്കിക്കോട്ടെ. ഗ്യാരണ്ടി പറഞ്ഞു മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 1,45,000 വരെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 10 രൂപ വണ്ടി. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇതൊക്കെ തന്നെ 20 ലെവലിൽ എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും. 20 ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. അൾട്ടോണൂർ ഇയോണ് ഈ കാറ്റഗറി ഒക്കെ ഒരേ മൈലേജാ. അടുത്ത വണ്ടി അൾട്ടോ 800 വൈറ്റ് കളർ. ഇത് 2016 മോഡല് LXi 68,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. പമ്പർ ടു പമ്പർ ഇൻഷുറൻസ്. ഇപ്പൊ നിലവിലുള്ള വണ്ടിയാണ്. ഫുൾ ഇൻഷുർ കാര്യങ്ങളൊക്കെ ക്ലിയർ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് കറക്റ്റ് എടുത്തു പോയ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2,50,000 ആസ്കിംഗ് ആണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 2 ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. 2 രൂപ വരെ ലോൺ ഇട്ട് കൊടുക്കാം. 250 ചോദിക്കണ്ടേ? ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാല്ലേ? 2 ലക്ഷം ലോൺ. 2 ലക്ഷം രൂപ ലോൺ കയറും. ഒരു 10-50 രൂപ ഉള്ളിൽ ഉണ്ടായാലും ചെയ്യാം. വേറെ പണി കാര്യങ്ങളൊന്നും കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് ഇപ്പൊ നിലവിലുള്ള സർവീസ് കൊണ്ട് എടുത്താൽ മതി. അത് മാത്രം മതി. 18 ലെവൽ കിട്ടും. 18-20 ലെവൽ എന്തായാലും കിട്ടും. മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ? അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? വൈറ്റ് കളർ. 2011 മോഡൽ പെട്രോൾ ആണ്. പെട്രോൾ ആണത്. ZXi ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുൾ. ഇതിന് മാപ്പിഡ് ഇല്ല. ഇല്ല, അതിന് മാപ്പിഡ് ഇല്ല. ഇത് പിന്നെ 1.10 ഓടിയിട്ടുണ്ട്. 4 പുതിയ ടയറാണ്. പുത്തൻ ടയർ, കരിമുത്തൻ ടയർ ഉണ്ട്. പെട്രോൾ ആണ്. പിന്നെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് സെക്കൻഡ് ഓണർ നിലവിലുള്ള. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ്. വേറെ ബോണറ്റ് ഡിക്കി ഡോർ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് 250. സെയിം റേറ്റ് തന്നെ. 2 രൂപ വരെ ലോൺ ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. 2 രൂപ വരെ ലോൺ ചെയ്യാം. പെട്രോൾ വണ്ടിയാണ്. മാക്സിമം ലോൺ ആണ്. പിന്നെ 50 രൂപ ഇറക്കാം. 50 രൂപ ഇറക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും പാർട്ടി ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്തോട്ടെ. തട്ടുമുട്ടൊന്നുമില്ല. ഈ ഗ്ലാസ് ഉള്ളൂ. റീപ്ലേസ് ഉള്ളത്. വേറെ മേജർ ക്വാളിറ്റി. 4 ടയറൊക്കെ പുതിയതാണ്. പുത്തൻ ടയറുണ്ട്. ഫുൾ ഓപ്ഷൻ. സീറ്റൊക്കെ പുതിയ ചെയ്തതാ. കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറാക്കില്ലേ? പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇത് പെട്രോൾ മൈലേജ് ഒരു 14-15 ലെവലിൽ ഉണ്ടാവുള്ളൂ. 15-നുള്ളിൽ മെയിൻ്റനൻസ് കുറയും പെട്രോൾ ആകുമ്പോൾ. മാറ്റങ്ങളുണ്ട്. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ്. വൈറ്റ് കളർ. ഇത് 2008 മോഡല് VDI. 8 മോഡൽ VDI ഡീസൽ വണ്ടി. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. എത്ര പേപ്പർ ഉണ്ട്? 2028 വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. 4th ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് 1,70,000 ഫൈനൽ കൊടുക്കാം. 1,00,000 ചെറിയ ട്രാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1,70,000 ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം ചെയ്ത് കൊടുക്കണം. നല്ല മെക്കാനിക്കലാണ്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഇത് 1,40,000 ഓടിക്കുന്നുണ്ടല്ലേ? 1,40,000 ഓടിയിട്ടുണ്ട്. വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ്സിന് ചെറിയ ക്രാക്ക് ഉണ്ട്. വേറെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് തന്നെ. ഈ ഗ്ലാസ് മാറിയതാണ്. പിന്നെ ക്രാക്ക് വീണതാണ്. അല്ലാതെ ബോണറ്റ് ഡിക്കി ഡോർ ഒന്നുമില്ല. പുതിയ പേപ്പറിൽ 1,70,000 ലാസ്റ്റ് കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 50% ടയറൊക്കെ ഉണ്ട്. സേട്ട് കയറും. ഇവിടെ കയറുള്ളൂ. 1 ലക്ഷം രൂപ വരെ കയറാം. 1 ലക്ഷം വരെ കയറ്റി കൊടുക്കാം. 1 ലക്ഷം കയറ്റി കൊടുക്കാം. എന്തായാലും ഒരു 10-80 രൂപ ഉണ്ടെങ്കിൽ 70 രൂപ വണ്ടി ഇറക്കാമല്ലേ? മൈലേജ് എത്ര കിട്ടും ഡീസൽ ആകുമ്പോ? 20 മൈലേജ് എന്തായാലും കിട്ടും. ഡീസൽ വണ്ടി മൈലേജ് എന്തായാലും കിട്ടും.
ഇത് എഞ്ചിമണിയൊക്കെ പാർട്ടി എടുത്തതാണ്. ഫുൾ എടുത്ത് ക്ലിയർ ആക്കി എഞ്ചിമണി പാർട്ടി എടുത്ത വണ്ടിയാ. 40,000 ഉറുപ്പിക എടുത്ത് എഞ്ചിമണിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് എടുക്കുന്നതൊക്കെ ഒന്ന് നോക്കാം. മാത്രം ഒന്നുമില്ല. ചെറിയ എന്തെങ്കിലും വർക്ക് അല്ലാതെ മേജർ ആയിട്ടുള്ള വർക്കുകളൊന്നും ഉണ്ടാവില്ല. അടുത്ത വണ്ടി മാരുതി 800 വൈറ്റ് കളർ അല്ലേ? ഇത് 2005 MPFI 5 മോഡൽ MPFI ആണ്. 25 വരെ ലാസ്റ്റ് പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. MPFI വണ്ടി ഇത് 50 ഉറുപ്പിക ലാസ്റ്റ് കൊടുക്കുമ്പോൾ ഫൈനൽ പ്രൈസ് ആണ്. ഫൈനല് MPFI 50 ഉറുപ്പിക ഫൈനല്. കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഒരു 3 ഒക്കെ ആയിട്ടുണ്ടാവും. കിലോമീറ്റർ നമ്മൾ നോക്കിയിട്ടില്ല. ചെറിയ സീറ്റിനൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മെക്കാനിക്കലാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 50 ഉറുപ്പിക ലാസ്റ്റ് കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും സീറ്റിന്റെ ചെറിയ വർക്കുകളൊക്കെ ഇല്ല. ലാസ്റ്റ് പ്രൈസ് 60 ഉറുപ്പിക ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കുകയാണ്. MPFI വണ്ടിയാണ്. നിലവിൽ ക്ലിയർ ആണ്. ദുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ആയിട്ട് നോക്കാനുള്ളതാണ്. ദുരുമ്പില്ല. എണ്ണടിച്ച് ഓടിയാൽ മതി. മൈലേജ് എത്ര കിട്ടും പെട്രോൾ ആകുമ്പോൾ? ഇതൊക്കെ 18 എന്തായാലും കിട്ടും. MPFI എന്തായാലും മൈലേജ് കിട്ടും. ചെറിയ ഫാമിലി മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഡസ്റ്റർ ബ്ലാക്ക് കളർ അല്ലേ? ഇത് 2013 മോഡല്. 13 മോഡല് ഏതാണത്? ഇത് 110 എക്സ്ട്ര ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ 110. മൂന്നാമത്തെ ഓണർ 140 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല. പെയിന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആയിട്ടുള്ള വണ്ടി കുഴപ്പമില്ല. നല്ല മെക്കാനിക്കലാണ്. നല്ല ഉഷാറാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ 3.5 ഉറുപ്പിക ഫൈനൽ കൊടുക്കാം. 3.5 ലക്ഷം ചോദിച്ചാണ്ട് 3.5 ഉറുപ്പിക ഫൈനൽ കൊടുക്കാം. 3.5 ഉറുപ്പിക നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണാണ്. 3.25 ചോദിക്കുന്ന വണ്ടിയാണ്. 3.5 ഉറുപ്പിക ഫൈനൽ കൊടുക്കാം. ഒക്കെ വില കുറച്ച് കൊടുക്കണല്ലേ? ആളുകൾ വണ്ടി എടുക്കട്ടെ. ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഇത് 110 ആയതുകൊണ്ട് ഒരു 16 ലെവലിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 16 ലെവലില് നമുക്ക് ഏകദേശം മൈലേജിന്റെ കാര്യം പറയാലോ. വേറെ പണി മെക്കാനിക്കൽ ചെക്ക് ചെയ്തോട്ടെ. വർഷം എടുത്താൽ മതി. അടുത്ത വണ്ടി സാധാരണക്കാര അൾട്ടോ റെഡ് കളർ അല്ലേ? ഇത് 2010 മോഡലാ. 10 ലിമിറ്റഡ് എഡീഷൻ ആണ്. 2010 ലിമിറ്റഡ് എഡീഷൻ വരുന്ന വണ്ടിയാ. പവർ വിൻഡോ സീറ്റ് ഡബിൾ കളർ പിന്നെ ഡാഷ്ബോർഡ് ഒക്കെ വരുന്ന ടൈപ്പാ. 2010 ലിമിറ്റഡ് എഡീഷൻ വണ്ടി. ഇത് LXI വരുള്ളൂ. പവർ വിൻഡോ അഡീഷണൽ ഉണ്ടാവും. സീറ്റ് കവർ മാറ്റം ഉണ്ടാവും. പിന്നെ കളർ മാറ്റം. ഇത് 1.5 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് തേർഡാവും. നിലവിൽ തേർഡാവും. വണ്ടി ലിമിറ്റഡ് എഡിഷൻ അൾട്ടോ. 1,25,000 കൊടുക്കാം ലാസ്റ്റ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇത് റെയർ ആണ്. അതുകൊണ്ടാണല്ലേ കമ്പനി വരണതാ. ഡാഷ്ബോർഡ് ഒക്കെ കളർ മാറ്റം ഉണ്ടാവും. സീറ്റ് മാറ്റം ഉണ്ടാവും. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചെറിയ മാറ്റം പിന്നെ നല്ല അടിപൊളി വണ്ടി. നല്ല പണി കാര്യങ്ങളൊന്നും പക്ക. ലോൺ കയറുമോ? ഇതിന് നമുക്ക് സേർട്ട് ചെയ്യാം. 75 ഉറുപ്പിക ചെയ്യാം. എന്തായാലും 10-40 വണ്ടി 50 ഉറുപ്പിക ലെവലൊക്കെ ഉണ്ടെങ്കിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പകുതി 50% ഉണ്ട്. ലിമിറ്റഡ് ആവുമ്പോൾ മൈലേജ് കൂടുമോ? ഇല്ലില്ല. ഇന്ത്യയില് ഉള്ള ചെറിയ മാറ്റങ്ങളാ. എക്സ്ട്രാ ഉള്ളൂ. മൈലേജ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഇത് 2008 മോഡല്. 8 മോഡല് VDI. നല്ല ക്വാളിറ്റി വണ്ടി. പേപ്പർ എത്രയുണ്ട്? ഇത് പുതിയ പേപ്പർ. എല്ലാ പേപ്പറും ക്ലിയർ. 28 വരെ നല്ല കണ്ടീഷൻ, നല്ല ക്വാളിറ്റി വണ്ടി. സീറ്റുകളൊക്കെ അടിപൊളിയാക്കി ചെയ്തു. എല്ലാ ഭാഗവും നല്ല ക്വാളിറ്റിയിലാണ്. ടയർ 2 ഫ്രണ്ട് കുറച്ച് ആവറേജ് ആണ്. അതൊന്നും മാറ്റേണ്ടി വരും. വേറെ ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ ഫിറ്റ്. കിലോമീറ്റർ 1.30 ഓടിയുണ്ട്. സെക്കൻഡോ നോക്കിയിട്ടില്ല. പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ 2008 ഒറിജിനാലിറ്റി വണ്ടി. എത്ര കൊടുക്കുന്നാല്? ഇത് നമുക്ക് 1.85 ഫൈനൽ കൊടുക്കാം. 1.85 ഫൈനൽ കുറെ ഇല്ല. പേപ്പർ എടുത്ത വണ്ടിയാ. 28 വരെ പേപ്പർ ഫിറ്റാ. ഇത് നല്ല വണ്ടി ആട്ടെ. നല്ല മെക്കാനിക്കൽ ഗ്യാരണ്ടി എടുത്തോട്ടെ. ലോൺ കയറുമോ? ഇത് നമുക്ക് 1 ഉറുപ്പിക കയറും. 19 ഉറുപ്പിക വണ്ടി ഇറക്കാം. ലോൺ കയറ്റാം. മൈലേജിന്റെ കാര്യങ്ങളൊക്കെ മൈലേജ് 20 കിട്ടും എന്തായാലും. മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി മാരുതി സെഡാൻ വണ്ടി അല്ലേ? SS4 അല്ലേ? SS4 2011 മോഡല്. VDI ഡീസൽ. VDI വണ്ടി ഡീസൽ വണ്ടിയാണ് അല്ലേ? 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ?
റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. സ്ക്രാച്ചുകൾ ഉണ്ട്. നമ്മളിപ്പോ പെയിന്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ടാണ് സ്ക്രാച്ച് വന്നത്. അതൊന്നും നമുക്ക് പെയിന്റിങ് ചെയ്ത് കൊടുക്കാം. പോളിഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2 രൂപ ചോദ്യം. 2 ലക്ഷം ചോദിക്കുന്നുണ്ട് ഡീസൽ വണ്ടി. 14 മോളിലാ? 11 മോളില് 2 ലക്ഷം ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറെ ഉണ്ടാവോ? കുറച്ച് കൊടുക്കാം നമുക്ക്. മാക്സിമം കുറച്ച് നോക്കാം നമുക്ക് കുറച്ച് കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെ കയറുമ്പോ ഇതിമലൊക്കെ തന്നെ സേർട്ടേ കയറുള്ളൂ. ശ്രീരാമൊക്കെ ചെയ്ത് നോക്കാം. ഇതിനൊക്കെ എന്തായാലും ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് പറഞ്ഞു തരുമല്ലോ മതി. എത്ര 2 1.5 കയറുമോ? ശ്രീരാമൊക്കെ ആണെങ്കിൽ 1.5 കയറണ്ടാണ്. ഗ്യാരണ്ടി ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 ഇറക്കാം. അല്ലെങ്കിൽ ഏകദേശം ഒരു 70-80 വണ്ടി ഇറക്കാം. വണ്ടി ഡീസൽ മൈലേജ് എത്ര ഉണ്ട്? ഇതൊക്കെ ഷിഫ്റ്റിന് മൈലേജ് ഉണ്ടാവും. എന്തായാലും 20 ലെവലിൽ മൈലേജ് ഉഷാറായിട്ട് പോകാലല്ലേ? വേറെ മെക്കാനിക്കൽ ഇഞ്ചിൻ അങ്ങനത്തെ പ്രശ്നമില്ല. മെക്കാനിക്കലൊക്കെ ചെയ്തോട്ടെ. കസ്റ്റമർ വന്നിട്ടേ ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് എടുത്താൽ മതി. ഡീസൽ വണ്ടി അല്ലേ? അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ യു അല്ലേ? ഇത് 2007 മോഡല്. 7 മോഡല്. പേപ്പർ 2021 പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ഇപ്പൊ നിലവിൽ ക്ലിയർ ആണ്. എല്ലാ ഭാഗവും വർക്കിംഗ് ആണ്. 4 വിൻഡോ, AC പവർ സ്റ്റാറിംഗ്. 4 വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റാറിംഗ്. ഇത് നമുക്ക് 65,000 ഫൈനൽ കൊടുക്കാം. 65,000 ഫൈനൽ കൊടുക്കാം. കുറെ ഇല്ല, ലാസ്റ്റ് ആണ്. ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല വണ്ടിയാ. എത്ര ഓടിക്കേണ്ടത്? ഇത് കിലോമീറ്റർ നോക്കിയിട്ടില്ല. ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവും. ഇത് ഓണർഷിപ്പ് നോക്കിയിട്ടില്ല. നമ്പർ നോക്കിയോട്ടെ. നമ്പർ അടിച്ച് ചെക്ക് ചെയ്യുന്നു. ചെറിയ വണ്ടിയല്ല. ഓണർഷിപ്പ് നോക്കി. ചെറിയ പൈസന്റെ വണ്ടി. എത്ര ചോദിക്കുന്നത്? 65,000 രൂപയ്ക്ക് റെഡി കായ്ക്ക് വണ്ടി ഇറക്കാല്ലേ? ഇത് ഫ്യൂൽ തന്നെ പെട്രോള്. എത്ര മൈലേജ് കിട്ടും? ഇത് 13-14. 15ന്റെ ഉള്ളിൽ മൈലേജിന്റെ കാര്യം പറയാനല്ലേ? CC കൂടുതലുള്ള വണ്ടിയല്ല. എടുക്കുന്നൊക്കെ പണികളൊന്നുമില്ലല്ലോ. നിലവിലൊന്നുമില്ല. ക്ലിയർ ആണല്ലേ? എണ്ണടിച്ച് ഓടിയാൽ മതിയല്ലേ? അടുത്ത വണ്ടി സിൽവർ കളർ ആൾട്ടോ അല്ലേ? ഇത് 2006 LXi. 6 മോഡൽ LXi ആണ്. 26 വരെ പേപ്പർ ഫുള്ള് ക്ലിയർ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. നല്ല വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? കിലോമീറ്റർ 1.1 സംതിങ് കൂടിയിട്ടുണ്ടാവും. ഓണർഷിപ്പിന്റെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. പിന്നെ ഇത് നമുക്ക് 80,000 രൂപ ഫൈനൽ കൊടുക്കാം. 85,000 ആണ് ചോദിക്കുന്നത്. 80,000 രൂപ ഫൈനൽ. പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ഉള്ള വണ്ടി. LXi ആണ്. AC ഒക്കെ വർക്കിംഗ്. കുറവുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് ചെയ്യാം. കൊടുക്കും. 80,000 രൂപ ഫൈനൽ കൊടുക്കാം. ഇതൊക്കെ 18 എന്തായാലും മൈലേജ്. കിലോമീറ്റർ ഒന്നിനുള്ളിലല്ലേ? 1.1 സംതിങ് ഓടിയിട്ടുണ്ടാവും. സെക്കൻഡ് ഓണറാ. ഒന്നുമില്ല. പരിപാടി ഒന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ലാത്ത വണ്ടിയില്ലേ? നല്ല വണ്ടി. കസ്റ്റമർക്ക് ചെറിയ ഫാമിലി കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല വണ്ടി അല്ലേ? അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ വൈറ്റ് കളർ. ഇത് 2009 മോഡൽ LXi. 9 മോഡൽ LXi ആണല്ലേ? LXi ആണ്. പേപ്പർ അയക്കണോ? പേപ്പർ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പർ. ലാസ്റ്റിക് ആണ്. 9 മാസം തട്ടുമുട്ടൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലേ? എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 1 lakhന് കൊടുക്കാം ലാസ്റ്റ്. 1 ലക്ഷം രൂപയാണ് ചോദിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് ആണല്ലേ? ഇനി കുറയല്ല. കൊല്ലം ലാസ്റ്റ് ആണ് പേപ്പർ വരിക. 1 ലക്ഷം ചോദിച്ചാൽ കുറക്കാനില്ല. റെഡി ഈ പൈസക്ക് ഇറക്കും ചെയ്യാലല്ലേ? 13-14 രൂപ ചെലവാക്കേണ്ടി വരും ആ ടൈം ആവുമ്പോൾ. 9 മാസം ആകുമ്പോ 1 മാസത്തിന്റെ ക്യാപിറ്റൽ എടുക്കാൻ പറ്റുള്ളൂ. റിന്യൂവൽ കാര്യങ്ങള്, ടാക്സ്, ഇൻഷുറൻസ്, റിന്യൂവൽ. ഇൻഷുറൻസ് നിലവിലില്ലല്ലോ? നിലവിലുണ്ടല്ലോ. ഇപ്പൊ അപ്പൊ കയ്യാണെങ്കിൽ ഇൻഷുറൻസ് ചെയ്താൽ മതി. എന്തായാലും 10 രൂപ അതിനുള്ളിൽ നമുക്ക് എന്തായാലും ഒരു കൊല്ലത്തിന്റെ അടുത്ത് പേപ്പർ വരുന്നുണ്ട്. ഉണ്ടല്ലേ? പിന്നെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കമ്പനി ടൈപ്പ് സീറ്ററാണ്. ക്വാളിറ്റി ഉണ്ട്. കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. 1 ലക്ഷം ചോദിക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. 18 ലെവലിൽ മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടുമല്ലോ. മൈലേജ് 18 ഒക്കെ എന്തായാലും ചോദിക്കണ്ടത് എല്ലാവർക്കും അറിയാലേ? അടുത്ത വണ്ടി മാരുതി 800 സിൽവർ കളർ അല്ലേ? ഏടില്ലേ? ഇത് 2007 മോഡൽ. എത്ര പേപ്പർ? MPF എഞ്ചിനാ വരാ. AC ഉള്ള വണ്ടി കേട്ടാ. AC ഉള്ളതാണ്. വർക്കിംഗ്? AC വർക്കിംഗ്. കുഴപ്പമുണ്ട്. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. കല്ലടിച്ചാണ്ട് ഇങ്ങനെ വര കൊണ്ടുപോകണല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. AC വർക്കിംഗ് അല്ലേ? AC വർക്കിംഗ് ആണല്ലേ? നല്ല വണ്ടി. MPF. എത്ര പേപ്പർ ഉണ്ട്? 21 പേപ്പർ ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ പേപ്പർ 21 ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ 98,000 ഓടിയുണ്ട്. 1 ലക്ഷം കഴിഞ്ഞിട്ടില്ല. 98 നിൽക്കുകയാണ്. സീറ്ററൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോളല്ലേ? വണ്ടി കുഴപ്പമില്ല. നല്ല വണ്ടിയാ. എത്ര വണ്ടികളാണ് ചോദിക്കുന്നുണ്ട്? ഇത് 80,8 ഫൈനലാണോ അതോ കുറേ ഉണ്ടോ? ഗ്ലാസിന്റെ പൈസ വേണേ നമുക്ക് കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മാറ്റി കൊടുക്കാം. അല്ലെ മാറ്റി എന്തൊന്നാണ് ചെയ്ത് വലിയ ക്രാക്ക് ഒന്നുമില്ല. ചെറിയ ക്രാക്ക്. വെള്ളറങ്ങൊന്നുമില്ല. കല്ലടിച്ചാൽ വര കൊടുക്കണോ?
അത്ര തന്നെ ഉള്ളു. 80,000 ചോദിക്കുന്നുണ്ട്. ഒന്നേ ഗ്ലാസിന് പൈസ മാറ്റി തരും, അല്ലെങ്കിൽ ഗ്ലാസ് മാറ്റി തരുമല്ലോ അല്ലേ? എന്താ ചെയ്ത് കൊടുക്കാം നമുക്ക്. റെഡി ആയിക്കാൻ ഇറക്കാനല്ലേ? ലോൺ കയറുമ്പോ ലോൺ കയറില്ല, റെഡി ആയിക്കാൻ ഇറക്കാൻ 2007 വണ്ടിയല്ലേ. ഇത് എത്ര മൈലേജ് കിട്ടും പെട്രോൾ? ഇതൊക്കെ 18-20 എന്തായാലും MPF ഉണ്ടല്ലോ, എന്തായാലും മൈലേജ് ഉണ്ട്. കാർബൺ കുറച്ച് കുറയും ചെയ്യുമല്ലോ, ലെവലില് കിട്ടും എന്തായാലും. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ വൈറ്റ് കളർ അല്ലേ? ഇത് 2010 മോഡല്. 10 ഇത് മോഡല്. LXI ആണ് വരിക. പവർ സ്റ്റാറിംഗ് തണുപ്പുണ്ടോ? AC ഒക്കെ തണുപ്പുള്ള ലിമിറ്റഡാ? അല്ല, സാധാ മോഡൽ തന്നെയാണല്ലോ. സാധാ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പ് എപ്പോഴും 10 പെയിന്റിംഗ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്ത് ഉഷാറാക്കി. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ കാര്യം കിലോമീറ്റർ നോക്കിയിട്ടില്ല. പിന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. റീപ്ലേസ് കാര്യങ്ങൾ തട്ടുകൊണ്ടൊന്നുമില്ല, ഒന്നുമില്ല. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇത് 1.20. കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം നമുക്ക്. ലോണ് കാര്യങ്ങൾ കയറുമോ? ലോണ് പകുതി കയറും. എന്തായാലും ഒരു 10,000 ചെയ്ത് കൊടുക്കാം. ഒരു 10,000 വണ്ടി ഇറക്കാനല്ലേ? സേർട്ടോ കിട്ടുള്ളൂ. ബാങ്ക് കിട്ടില്ല. നമ്മൾ ചെയ്ത് കൊടുക്കാല്ലേ? CTR കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? CTR കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ എത്ര കിട്ടും മൈലേജ്? ഇതൊക്കെ 20 ലെവൽ എന്തായാലും കിട്ടൂല. മൈലേജ് ഉണ്ട്. അൾട്ടോ അല്ല, അൾട്ടോക്ക് 20 വേറെ പണി കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ ഒന്നും ചെയ്യാനില്ല. ഫുൾ പക്ക വണ്ടി. അടുത്ത വണ്ടി മാരുതി സെൻ കേട്ടോ. ഒരു സിൽവർ കളർ നല്ല അടിച്ചപൊളിച്ച വണ്ടി അല്ലേ? ഇത് 2005 5 മോഡലാണല്ലേ? ഫുൾ ഓപ്ഷൻ VXI ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ബാക്ക് വൈഫർ ഉണ്ടോ? ബാക്ക് വൈഫർ ഉണ്ട്. ഉണ്ടല്ലോ. പിന്നെ MPFI വണ്ടിയാണ് വരിക. MPFI ആണ്. എല്ലാ ഭാഗവും വർക്കിംഗ്. AC വർക്കിംഗ് ആണ്. AC തണുപ്പുണ്ട്. എല്ലാ ഭാഗവും വർക്കിംഗ്. പവർ സ്റ്റാറിംഗ് 2 വിൻഡോ AC. പവർ സ്റ്റാറിംഗ് വരുന്നുണ്ടോ? പവർ സ്റ്റാറിംഗ് VXI ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ 2 വിൻഡോ ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നോക്കിയിട്ടില്ല. പിന്നെ കറക്റ്റ് ഒന്നിനുള്ളിൽ 1 ലെവലിൽ കൂടിയിട്ടുണ്ടാവും എന്തായാലും. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പറഞ്ഞു കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര നമുക്ക് 80,000 രൂപ ഫൈനൽ കൊടുക്കാം. 80,000 ഫൈനൽ കൊടുക്കാം. വണ്ടിയാട്ടാ, കുറക്കാല്ലോ. ജെന്ന് VXI അത്യാവശ്യം ഡിമാൻഡാണ്. വണ്ടിയാണല്ലേ? 80,000 വെച്ചാണ്ട് ആ പൈസ ഫൈനൽ കൊടുക്കാമല്ലേ? 90 രൂപ ചോദിച്ച വണ്ടിയാണിത്. പെട്രോൾ അല്ല ഫീൽ ചെയ്യുന്നത്? പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? 15-നുള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.